Okay, yes. Question നിങ്ങൾ കണ്ടോ? First question കണ്ടോ? The major product formed in the following reaction is. This is the first question. അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ദാറ്റ് ഈസ് ദ ഓപ്പണിംഗ് ഓഫ് എപ്പോക്സൈഡ്. ഇതാണ് ഇവിടെ വരുന്നത്. ഓപ്പണിംഗ് ഓഫ് എപ്പോക്സൈഡ്. എപ്പോക്സൈഡിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ. എപ്പോക്സൈഡ് ഒരു സ്ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു റിംഗ് ആണ് അല്ലേ? എപ്പോക്സൈഡ് വളരെ സ്ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു റിംഗ് ആണ്. അപ്പൊ ഈ എപ്പോക്സൈഡ് പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ശരിക്ക് രണ്ട് ഓപ്പണിംഗ് ഓഫ് എപ്പോക്സൈഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഓപ്പണിംഗ് ഈസ് ഓൾവേസ് SN2 ആണ്. ഓപ്പണിംഗ് ഈസ് ഓൾവേസ് SN2. അതായത് സ്റ്റീരിയോ കെമിസ്ട്രി നമ്മൾ പറയുകയാണെങ്കിൽ ഓപ്പണിംഗ് ഈസ് ഓൾവേസ് SN2 ആണ്. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞ പോയിന്റ്? ഓപ്പണിംഗ് ഈസ് ഓൾവേസ് SN2 ഓപ്പണിംഗ് ആണ്. അതായത് ഓപ്പോസിറ്റ് സൈഡിലൂടെ വന്നിട്ടാണ് അത് ഓപ്പൺ ചെയ്യുന്നത്. റീജിയോ സെലക്ടിവിറ്റി ശ്രദ്ധിക്കണം. ആസിഡിക് കണ്ടീഷൻ ആണ് വരുന്നതെങ്കിൽ ആസിഡിക് കണ്ടീഷൻ, ന്യൂട്രൽ കണ്ടീഷൻ അല്ലെങ്കിൽ ബേസിക് കണ്ടീഷൻ. അപ്പോ ആസിഡിക് കണ്ടീഷൻ ആണെങ്കിൽ ഓപ്പൺസ് ത്രൂ സ്റ്റെറിക്കലി ക്രൗഡഡ് സൈഡ് ആണ്. ആ സമയം ന്യൂട്രൽ ആണെങ്കിൽ ഓപ്പൺസ് ത്രൂ സ്റ്റെറിക്കലി ഫ്രീ സൈഡ് ആണ്. ഈ പോയിന്റ് ക്ലിയർ ആണോ? ഞാൻ എഴുതിയ പോയിന്റ് ഞാൻ എഴുതി മനസ്സിലാക്കി തരാം. അസിഡിക് കണ്ടീഷൻ ആണെങ്കിൽ ഓപ്പൺസ് ത്രൂ സ്റ്റെറിക്കലി ക്രൗഡഡ് സൈഡും, ന്യൂട്രൽ അല്ലെങ്കിൽ ബേസിക് കണ്ടീഷൻ ആണെങ്കിൽ ഓപ്പൺസ് ത്രൂ സ്റ്റെറിക്കലി ഫ്രീ സൈഡ് ആണ്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാ വരണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ എപ്പോക്സൈഡ് ഇപ്പൊ ഇങ്ങനെയാന്ന് വിചാരിക്കുക. ഇതാണ് എപ്പോക്സൈഡ്. ഈ എപ്പോക്സൈഡിൽ ഇതൊരു ടോപ്പ് ഫേസിലാണ് എപ്പോക്സൈഡ് കിടക്കുന്നത്. എപ്പോക്സൈഡ് കിടക്കുന്നത് ടോപ്പ് ഫേസിലാണ്. ഇങ്ങനെയാണ് കിടക്കുന്നതെന്ന് വിചാരിക്കുക. ഇതിലേക്ക് നമ്മൾ രണ്ട് കണ്ടീഷൻസ് നമ്മളിപ്പോൾ എടുക്കാം. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് ഒരു സോഡിയം ഹൈഡ്രോക്സൈഡ് കൊണ്ടുവരാണ്. ചുമ്മാ NaOH മൈനസ്. OH മൈനസ് എന്ന് പറയുമ്പോൾ അവിടെ അസിഡിക് കണ്ടീഷൻ ഒന്നുമില്ല, ഉണ്ടോ? ദർ ഈസ് നോ അസിഡിക് കണ്ടീഷൻ. അപ്പൊ ഈ OH മൈനസ് എന്ത് ചെയ്യുന്നറിയോ? OH മൈനസ് ഈ സൈഡ് കൂടെ വന്നിട്ട് ഓപ്പൺ ചെയ്തിട്ട് എപ്പോക്സൈഡ് ഓപ്പൺ ചെയ്യും. എങ്ങനെ ഓപ്പൺ ചെയ്യുക? SN2. ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണോ? മനസ്സിലായോ? OH മൈനസ്. അപ്പൊ എന്ത് സംഭവിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അവിടെ കിട്ടുന്നത് വരുന്ന OH ഏത് ഫേസിലായിരിക്കും? ബോട്ടം ഫേസില്. അവിടെ ഉണ്ടായിരുന്നത് ടോപ്പ് ഫേസില്. പിന്നെ അവിടെ ഒരു CH3 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അതിങ്ങനെ നിൽക്കും. ക്ലിയർ ആണോ? നോക്കിയേ, OH ഇതാണ്, വരുന്ന OH ഇതാണ്, അതാണ് ഇത്. ഇതാണ് സംഭവിക്കുന്നത്, നോർമൽ കേസിൽ സംഭവിക്കുന്നത്. ആ സമയം ഇതൊരു അസിഡിക് മീഡിയത്തിലാണ് ഓപ്പണിംഗ് നടക്കുന്നതെന്ന് വിചാരിക്കുക. ഒരു അസിഡിക് മീഡിയത്തിലാണ് ഓപ്പണിംഗ് നടക്കുന്നതെന്ന് വിചാരിക്കുക. സോ ലൈക്ക് ഇതേപോലെ, അതായത് മെത്തനോള് ഇൻ ദ പ്രസൻസ് ഓഫ് H+, ഇങ്ങനെയാണ് അവർ തന്നതെന്ന് വിചാരിക്കുക. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അസിഡിക് മീഡിയത്തിലാണ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ഓക്സിജൻ ആദ്യം H+നെ അറ്റാക്ക് ചെയ്യും. H+നെ അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നമുക്ക് ആദ്യം കിട്ടുന്നത് എന്തായിരിക്കും? ഇതെല്ലാം കിട്ടുക OH+ അല്ലേ? OH+, ഇങ്ങനെ വരും, ഓക്സോണിയം അയോൺ വരും. ഇനി എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ആര് അറ്റാക്ക് ചെയ്യാൻ വരണത്? മെത്തനോളാണ് അറ്റാക്ക് ചെയ്യാൻ വരണേ. അപ്പൊ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത് ടുവേർഡ്സ് മോർ സ്റ്റേബിൾ, അതായത് ഇവിടെ ഒരു കാറ്റയോൺ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ എപ്പോഴും നമ്മൾ പഠിച്ചിട്ടുണ്ട്, എപ്പോഴും ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുമ്പോൾ സ്റ്റെബിലൈസേഷന് ശ്രമിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇവിടെ ആ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എങ്ങോട്ടായിരിക്കും അവൻ കൂടുതൽ ബ്രേക്ക് ചെയ്യാൻ സാധ്യത? ഇങ്ങോട്ടായിരിക്കില്ലേ? ഇല്ലേ? കാരണം ഈ പോസിറ്റീവ് ചാർജ് സ്റ്റേബിള് അല്ലേ? ഇപ്പുറത്തേക്കാണെന്ന് വിചാരിക്കുക. നിങ്ങൾ നോക്കിയേ, ഇങ്ങോട്ടാണ് വരുന്നതെങ്കിൽ ഇത് അൺസ്റ്റേബിൾ അല്ലേ? മറ്റേത് വെച്ച് നോക്കുമ്പോൾ അൺസ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ ലെസ് സ്റ്റേബിൾ അല്ലേ? മനസ്സിലായോ?
ഇത് മോർ സ്റ്റേബിൾ. അപ്പൊ അതുകൊണ്ട് ഓപ്പണിംഗ് ഒരിക്കലും ഇങ്ങോട്ട് നടക്കില്ല, ഓപ്പണിംഗ് ഇങ്ങോട്ടാ നടക്കുള്ളൂ. അതാണ് നമ്മൾ പറയുന്നത് എന്താ സംഭവിക്കുന്നത്, ഓപ്പൺ ചെയ്യുന്നത് ഏത് ഫേസ് കൂടെ ആയിരിക്കും, സ്റ്റെറിക്കലി ക്രൗഡഡ് ഫേസ് കൂടെ ആയിരിക്കും. അപ്പോ നമുക്ക് അവിടെ കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും വരിക, ആൻസർ എന്തായിരിക്കും വരിക, ആൻസർ ഈ രീതിയിലായിരിക്കും വരിക. അതായത് മെത്തനോള് ബോട്ടം ഫേസിൽ വരും, മെത്തനോള് ബോട്ടം ഫേസിൽ വരും, OCH3. പിന്നെ അവിടെ ഉണ്ടായിരുന്നത് CH3 ഗ്രൂപ്പ് ടോപ്പ് ഫേസില്, ഇവിടെ ഉണ്ടായിരുന്ന OH ടോപ്പ് ഫേസില്. ക്ലിയർ ആണോ? എപ്പോക്സൈഡ് ഓപ്പണിംഗ് ഇത്രയേ ഉള്ളൂ, എപ്പോക്സൈഡ് ഓപ്പണിംഗ്. അതായത് ഓപ്പണിംഗ് ഓഫ് എപ്പോക്സൈഡ് എന്ന് പറയുന്നത് ഓൾവേസ് SN2 ആയിരിക്കും. രണ്ട് കണ്ടീഷനിലാണ് ഓപ്പണിംഗ് നടക്കുന്നത്, അസിഡിക് അല്ലെങ്കിൽ ന്യൂട്രൽ ഓർ ബേസിക്. അസിഡിക് ആണെങ്കിൽ അത് സ്റ്റെറിക്കലി ക്രൗഡഡ് സൈഡ് കൂടെ ഓപ്പൺ ചെയ്യും, ന്യൂട്രൽ അല്ലെങ്കിൽ ബേസിക് ആണെങ്കിൽ സ്റ്റെറിക്കലി ഫ്രീ സൈഡ് കൂടെ ഓപ്പൺ ചെയ്യും. അതാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത്രയും ഓക്കെ ആണോ? ഇനി ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം, റിജിഡ് എപ്പോക്സൈഡ് വരാണെങ്കിൽ, റിജിഡ് എപ്പോക്സൈഡ് ഓപ്പണിംഗ് ഈസ് ത്രൂ ആക്സിയൽ. SN2 തന്നെ, അതിന് മാറ്റമൊന്നുമില്ല, പക്ഷെ അത് ആക്സിയൽ സൈഡ് കൂടെ ആയിരിക്കും ഓപ്പൺ ചെയ്യുക. ഓപ്പണിംഗ് ഈസ് ഓൾവേസ് ത്രൂ ആക്സിയൽ സൈഡ്. റിജിഡ് എപ്പോക്സൈഡ് വരുന്ന സമയത്ത്, അത് നമ്മുടെ ക്വസ്റ്റ്യൻ അതാണ്, റിജിഡ് എപ്പോക്സൈഡ് ആണ്, എപ്പോഴും ആക്സിയൽ സൈഡ് കൂടെ ആയിരിക്കും ഓപ്പൺ ചെയ്യുന്നത്, ആക്സിയൽ സൈഡ്. SN2 തന്നെ ആക്സിയൽ സൈഡ് കൂടെ. ഓക്കെ ആണോ? ആക്സിയൽ സൈഡ്. അപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുക, ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ സ്റ്റീരിയോ കെമിസ്ട്രി കണ്ടതാണ്. അപ്പൊ നമുക്ക് ആദ്യം എന്നൊന്ന് വരയ്ക്കാം, ഈ സ്ട്രക്ചറിനൊന്ന് വരയ്ക്കാം. ഞാൻ അടിയിൽ വരയ്ക്കുകയാണ് ആ സ്ട്രക്ചറിനെ. അപ്പൊ നിങ്ങൾ നോക്കുക, ആ സ്ട്രക്ചർ ഇതാണ് സ്ട്രക്ചർ. ഡെക്കാലിൻ സിസ്റ്റം ആണ്. ആ ഡെക്കാലിൻ സിസ്റ്റത്തിൽ എപ്പോക്സൈഡ് അവര് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. പിന്നെ അവര് ഇവിടെ ഒരു CH3 ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് അല്ലേ, അവിടെ ഒരു CH3 ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇവിടെ ഒരു ഹൈഡ്രജൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ, ദിസ് ഈസ് ട്രാൻസ് ഡെക്കാലിൻ സിസ്റ്റം ആണ്. ക്ലിയർ അല്ലേ? ഇതൊരു ട്രാൻസ് ഡെക്കാലിൻ സിസ്റ്റം ആണ്. ഓക്കെ അല്ലേ? ട്രാൻസ് ഡെക്കാലിൻ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇവന്റെ കൺഫോർമേഷൻ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ, കൺഫോമർ പോലെ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും വരാം അല്ലേ, CH3H അല്ലേ, എപ്പോക്സൈഡ് മുകളിലേക്കല്ലേ എടുക്കുക. ഓക്കെ, നോക്കാം, ഇങ്ങനെ ഇങ്ങനെ എടുക്കും അല്ലേ. അപ്പൊ എന്ത് സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാ വരണത്, PHS മൈനസ്. അപ്പൊ ഇവൻ ഏതിലെ വന്ന് ഓപ്പൺ ചെയ്യും, ഇങ്ങനെ വന്ന് ഓപ്പൺ ചെയ്യും. ഇതാണ് സംഭവിക്കുന്നത്, SN2. അതായത് എപ്പോക്സൈഡ് അപ്വേർഡ് നിൽക്കണേ, എപ്പോക്സൈഡ് നിൽക്കുന്ന അപ്വേർഡ് ആണ്. അപ്പോ ഡൗൺവേർഡ് കൂടെ വന്നിട്ട് ഇവൻ ഓപ്പൺ ചെയ്യും. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഞാൻ ഈ പറഞ്ഞ പോയിന്റ് ആണോ എന്നുള്ളത്. അതായത് ത്രൂ ആക്സിയൽ സൈഡ് കൂടെ ആണെന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ സ്റ്റീരിയോ കെമിസ്ട്രി ഫിക്സ് ചെയ്യണം. അപ്പൊ സ്റ്റീരിയോ കെമിസ്ട്രി ഫിക്സ് ചെയ്യാനായിട്ട് ഡെക്കാലിൻ ആയതുകൊണ്ട് ഇത് ആക്സിയലും ഇത് ആക്സിയലായിരിക്കും അല്ലേ, ട്രാൻസ് ആയതുകൊണ്ട്. നോക്കിയ താഴെ, ആക്സിയൽ. അപ്പൊ ആദ്യം അവരെ ഫിക്സ് ചെയ്യാം, മനസ്സിലായോ? അതിനുശേഷം നമ്മൾ എപ്പോക്സൈഡിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി ഫിക്സ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് 1 2 3 4 1 4 6 ആണ്. അപ്പൊ 1 4 6 ആവുമ്പോ ഇത് ഇക്വറ്റോറിയൽ ആയിരിക്കും, ഇത് ഇക്വറ്റോറിയൽ ആണെങ്കിൽ ഇത് ആക്സിയൽ ആയിരിക്കും. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എപ്പോക്സൈഡിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി ഫിക്സ് ചെയ്യണതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇതില് നിങ്ങൾക്ക് അത് മനസ്സിലായി. ഞാൻ ഫിക്സ് ചെയ്തത് ആദ്യം ആ ഡെക്കാലിൻ സിസ്റ്റം, ഇവനെ ഫിക്സ് ചെയ്തു. അവനെ ഫിക്സ് ചെയ്യണമല്ലോ, കാരണം അത് ട്രാൻസ് അല്ലേ. അതിനുശേഷം എപ്പോക്സൈഡിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി ഫിക്സ് ചെയ്തു. ക്ലിയർ ആണോ? ഇനി നിങ്ങൾ നോക്കിയേ, എവിടെയാണ് ആക്സിയൽ സൈഡ് ഫ്രീ, ആക്സിയൽ സൈഡ് ഫ്രീ? താഴെയല്ലേ, ന്യൂക്ലിയർ ഫൈൽ ഇതിലെ വന്നിട്ടല്ലേ ഓപ്പൺ ചെയ്യാ. അതല്ലേ ഇവിടെ സംഭവിച്ചിരിക്കണേ. നോക്കിയേ ഞാൻ പറഞ്ഞത് എന്താ, റിജിഡ് എപ്പോക്സൈഡിന്റെ കേസിൽ ഓപ്പണിംഗ് ഈസ് ഓൾവേസ് ത്രൂ ആക്സിയൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും വരിക,
ആൻസർ വരുന്നത് ഇതേ ഞാൻ ഇവിടെ വരയ്ക്കാം. CH3 ഹൈഡ്രജൻ, അതിന് അവിടെ ഒന്നും യാതൊരു മാറ്റവും ഇല്ല. ഇതിലെ SPH വരും, ഇവിടെ OH വരും. സോ ദിസ് ഈസ് അവർ ആൻസർ. ഇതാണ് നമ്മുടെ ആൻസർ. ആ ആൻസർ ഇതില് ക്വസ്റ്റ്യനിൽ നോക്കി ഇവിടെ ഏതിലാ വരണേന്ന്? ഏതാ വരണേ? ബി അല്ലേ? ഓപ്ഷൻ ബി. ഓക്കെ ആണോ? Okay, so next one. ഒരു മിനിറ്റ്. യെസ്, ഓക്കെ ഓക്കെ, താങ്ക് യു. യെസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അത് നല്ലൊരു ചോദ്യമാണ്. പരീക്ഷയ്ക്ക് എപ്പോഴും ഇത്രയും ഞാൻ പറഞ്ഞില്ല, ഇത് ഞാൻ ജസ്റ്റ് ഫുൾ പറഞ്ഞതാട്ടോ. എപ്പോക്സൈഡ് ഓപ്പണിങ്ങിന്റെ ഫുൾ കാര്യങ്ങൾ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, അതാണ് ഇത്ര സമയം എടുത്ത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാനത് വേണോ വേണ്ടേ എന്നുള്ളൊരു ആലോചനയിലായിരുന്നു ഈ ക്വസ്റ്റ്യൻ. എന്നാലും നമുക്ക് ഇവിടെ ചെയ്യാം. ആക്ച്വലി സ്റ്റീരിയോകെമിസ്ട്രി അസമെട്രിക് സിന്തസിസിലൊക്കെ വരുന്നതാണെന്നാലും കുഴപ്പമില്ല, നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ദിസ് ക്വസ്റ്റ്യൻ റിയാക്ഷൻ മെക്കാനിസം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും പോട്ടെ, അങ്ങനെയൊക്കെ നോക്കണ്ടല്ലോ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ദിസ് വൺ. അപ്പോ ഈ ഒരു ടീമിനെ നിങ്ങൾ കാണുകയാണെങ്കിൽ ടെർഷ്യറി ബ്യൂട്ടോക്സി അല്ലെ, ആൽക്കഹോൾ, പിന്നെ ടൈറ്റാനിയം ഐസോപ്രപ്പോക്സൈഡ് പ്ലസ് DET ഡൈഈഥൈൽ ടാർട്ടറേറ്റ്, ഇങ്ങനെ ഒരു കോമ്പിനേഷൻ നിങ്ങൾ കാണുകയാണെങ്കിൽ സോ അതൊരു ഫേമസ് റിയാക്ഷൻ ആണ്. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഷാർപ്ലെസ് അസിമെട്രിക് എപ്പോക്സിഡേഷൻ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ ക്രാംസ് റൂൾ പറഞ്ഞിരുന്നില്ലേ? റിയാക്ഷൻ മെക്കാനിസത്തിലാണോ പറഞ്ഞിരുന്നത് ക്രാംസ് റൂൾ? അതേപോലത്തെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണത്, ഷാർപ്ലെസ് അസിമെട്രിക് എപ്പോക്സിഡേഷൻ. അപ്പൊ ഇതാണ് നമുക്ക് അവനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്, ഷാർപ്ലെസ് അസിമെട്രിക് എപ്പോക്സിഡേഷൻ. അപ്പൊ ഇതില് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു എപ്പോക്സിഡേഷൻ ആണ്, സെലക്റ്റീവ് എപ്പോക്സിഡേഷൻ ഓഫ് അല്ലൈലിക് ആൽക്കഹോൾ ആണ്. അതായത് അതിന് മാത്രമേ ചെയ്യുള്ളൂ, സെലക്റ്റീവ് എപ്പോക്സിഡേഷൻ ഓഫ് അല്ലൈലിക് ആൽക്കഹോൾ. Selective epoxidation of allylic alcohol. So you have to concentrate on this theme, ഈ reagent. അപ്പൊ പ്ലസ് ഡൈഈഥൈൽ ടാർട്ടറേറ്റ് ആണ് വരുന്നതെങ്കിൽ, പ്ലസ് ഡൈഈഥൈൽ ടാർട്ടറേറ്റ് ആണെങ്കിൽ എപ്പോക്സൈഡ് വരുന്നത്, അതായത് എപ്പോക്സൈഡിന്റെ ഓക്സിജൻ വരുന്നത് ഡെലിവേഴ്സ് ഓക്സിജൻ ഫ്രം RE ഫേസ്. ഞാൻ പറഞ്ഞു തരാം എന്താണെന്നുള്ളത്. ഡെലിവേഴ്സ് ഓക്സിജൻ ഫ്രം RE ഫേസ്. ഇത് നമ്മൾ മനസ്സിൽ പതിപ്പിച്ചു വെക്കണം. -DET ആണെങ്കിൽ
SI phase. Okay. സോറി മൈനസ് DET ആണെങ്കിൽ RE ഫേസും പ്ലസ് DET ആണെങ്കിൽ SI ഫേസും കേട്ടോ. കാരണം ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഷോർട്ട് ഫോം PSI. പെട്ടെന്ന് ഞാൻ PSI എന്ന് നമ്മൾ എപ്പോഴും കേൾക്കാറില്ലേ, PSI പ്ലസ് DET SI ഫേസ്. നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പ്ലസ് DET SI ഫേസ്. ഓക്കെ, അപ്പോ അതാണ് നമുക്ക് ഞാൻ മെമ്മറിയിൽ വെക്കുന്നത്. മൈനസ് DET RE ഫേസ് പ്ലസ് DET. പുറത്തെ പഠിച്ചാൽ മതി, പ്ലസ് ആണെങ്കിൽ SI ഫേസ്. ഓക്കെ, അപ്പൊ നമുക്കിനി നോക്കാം എങ്ങനെയാണ് നമ്മൾ ഈ ഫേസ് കണ്ടുപിടിക്കണേ എന്നുള്ളത്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ വേറെ കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനിലോട്ട് പോവാം. അതായത് ഇപ്പോ അവര് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാന്ന് വിചാരിക്കുക. എന്നിട്ട് നിങ്ങൾ തന്നെ അതിന്റെ ആൻസർ എനിക്ക് പറഞ്ഞു തന്നോളൂ. ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തിട്ട് ഇതാണ് അവര് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇതില് അവര് നമുക്ക് ഇതിലിപ്പോ ഏതാ പ്ലസ് അല്ലേ, പ്ലസ് DET ആണ്. ബാക്കി അവിടെ റിയേജന്റുകൾ ഉണ്ട് കേട്ടോ. പ്ലസ് DET ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഏത് ആൽക്കീനിലായിരിക്കും എപ്പോക്സിഡേഷൻ നടക്കുക എന്നുള്ളതാണ്. ഏത് ആൽക്കീനിലായിരിക്കും എപ്പോക്സിഡേഷൻ നടക്കുന്നത്? ഇതിൽ നടക്കില്ല, ഇതിൽ നടക്കുള്ളൂ. ഓക്കെ ആണോ? സെലക്റ്റീവ് എപ്പോക്സിഡേഷൻ ഓഫ് അല്ലൈലിക് ആൽക്കഹോൾ, അതൊക്കെയാ. ഇനി നമുക്ക് അവനെ ഫേസ് കണ്ടുപിടിക്കണം. അപ്പൊ ഫേസ് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഇവനെയാണ്, ഈ കാർബൺ. അപ്പൊ ഈ കാർബണില് ഹൈഡ്രജൻ താഴത്തോട്ടാണ് അല്ലേ, ശരിയല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ഈ കാർബണില് നിങ്ങൾ പ്രയോറിറ്റി അസൈൻ ചെയ്യണം. പ്രയോറിറ്റി നമ്മൾ RS ചെയ്യില്ലേ, അതേപോലെ. അപ്പൊ ഇതിലെ ഫസ്റ്റ് പ്രയോറിറ്റി ഇവിടെ ആയിരിക്കും ഉറപ്പായിട്ട്, ഡബിൾ ബോണ്ട് ആണ് അല്ലേ? ഫസ്റ്റ് പ്രയോറിറ്റി അവിടെ ആയിരിക്കും, സെക്കൻഡ് ഇവിടെ വരും, തേർഡ് ഇവിടെ വരും. അപ്പൊ നിങ്ങളൊന്ന് നോക്കിയേ, 1, 2, 3 ഓറിയന്റേഷൻ. ഏത് ഡയറക്ഷനിലാണ് ഓറിയന്റേഷൻ കിടക്കുന്നത്? ക്ലോക്ക് വൈസ് അല്ലേ? ഈ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞ ഏത് ഫേസ് ആണ്? RE ഫേസ് ആണ്. ആറല്ലേ, അതിന് RE എന്ന് പറയും. റെക്ടസ്. അതായത് നിങ്ങൾക്ക് പ്രയോറിറ്റി കിട്ടുന്നത് ഏതാണോ അതാണ് നിങ്ങളുടെ മുന്നിലുള്ള ഫേസ്. ദാറ്റ് മീൻസ് ടോപ്പ് ഫേസ്. ഇത് ക്ലിയർ ആണോ? അതായത് നമ്മൾ ആ കാർബൺ എടുത്തു, ആ കാർബണിൽ നമ്മൾ പ്രയോറിറ്റി കൊടുത്തു. ആ പ്രയോറിറ്റി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് ഫേസ് ആണോ കിട്ടുന്നത്, ക്ലോക്ക് വൈസ് ആണെങ്കിൽ അതാണ് ടോപ്പ് ഫേസ്. അപ്പൊ ഏതായിരിക്കും ബോട്ടം ഫേസ്? RE ടോപ്പ് ഫേസ് ആണെങ്കിൽ ഉറപ്പായിട്ടും ബോട്ടം ഫേസ് ഏതായിരിക്കും? SI ഫേസ് ആയിരിക്കും. ഏത് ഫേസ്? ബോട്ടം ഫേസ് അല്ലേ? അപ്പൊ ഇനി നിങ്ങൾ നോക്കിയ പ്ലസ് DET ആണ് അവർ നമുക്ക് തന്നിരിക്കുന്നത്. പ്ലസ് DET എന്താ പഠിച്ചിരിക്കുന്നത്? P പ്ലസ് SI ഫേസ് കൂടെയാണ് ഓക്സിജന് കൊടുക്കുന്നത്. അപ്പൊ എന്തായിരിക്കും ആൻസർ വരാ? ആൻസർ വരുന്നത് ഇങ്ങനെയല്ലേ വരാ? ഇത് നോക്കിക്കോ, ഇവിടെ ഡബിൾ ഇങ്ങനെ വന്ന് ഡബിൾ ബോണ്ട്, ദെൻ ഇങ്ങനെ വന്ന് ഇവിടെ OH, ഇവിടെ ഓക്സിജൻ, ഇങ്ങനെ വരും. ഇത് ക്ലിയർ ആണോ? ഇത്രേ ഉള്ളൂ. ലൈക്ക് ദിസ്. ഇത്രേ ഉള്ളൂ. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഞാൻ ഓപ്ഷൻ C കട്ട് ചെയ്യാണ്, ഓപ്ഷൻ D കട്ട് ചെയ്യാണ്. എന്തുകൊണ്ടാ? ഇത് ഷാർപ്ലെസ് റിയാക്ഷൻ ആണ്, അപ്പൊ സെലക്റ്റീവ് എപ്പോക്സിഡേഷൻ ആണ് അല്ലേ? അപ്പൊ ഇനി A ആണോ B ആണോ എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക? പ്രയോറിറ്റി അസൈൻ ചെയ്യുക. എങ്ങനെ പ്രയോറിറ്റി അസൈൻ ചെയ്യുക? ഈ കാർബൺ എടുക്കുക. അപ്പൊ നമ്മൾ ആ ഹൈഡ്രജനെ വരയ്ക്കണ്ടേ? ആ ഹൈഡ്രജൻ ഒന്ന് വരച്ചു കൊടുക്കുക.
ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഹൈഡ്രജൻ വരാം. ആ ഹൈഡ്രജൻ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി നിങ്ങൾ പ്രയോറിറ്റി അസൈൻ ചെയ്യുക. ഇതാണ് നമ്മുടെ ആള്. പ്രയോറിറ്റി അസൈൻ ചെയ്ത് 1 2 3 1 2 3 ഓറിയന്റേഷൻ എന്താ? ക്ലോക്ക് വൈസ് ആണ്. അതായത് RE ദാറ്റ് ഈസ് ടോപ്പ്. അപ്പോ SI ഏതായിരിക്കും? ബോട്ടം. പ്ലസ് അല്ലേ? ബോട്ടം ഫേസ് അല്ലേ വരാ? ആൻസർ വിൽ ബി A. ഓക്കെ, ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ചോദ്യം വന്നിട്ടുണ്ട് പരീക്ഷയ്ക്ക്, ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാനൊരു എക്സാമ്പിൾ കൂടി തരാം ജസ്റ്റ് പ്രാക്ടീസിന് വേണ്ടിയിട്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ പ്ലസ് DET പ്ലസ് DET. എപ്പോക്സൈഡ് ടോപ്പിലാണോ ബോട്ടത്തിലാണോ? ഞാൻ 2 ആൻസർ എഴുതാം. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. OH ഒരെണ്ണം ബോട്ടത്തില്, ഒരെണ്ണം ടോപ്പില്. ഇത് എയും ഇത് ബിയും. ഏതാണ് കറക്റ്റ് ആൻസർ? A ആണോ B ആണോ? ഒന്ന് വേഗം ചെയ്തേ. ഓക്കെ, ബി കിട്ടി അല്ലേ? ഓക്കെ, നോക്കാം. സോ ഇതാണ് നമ്മുടെ കാർബൺ. അപ്പൊ ഇത് 1, ഇത് 2, ഇത് 3. അപ്പൊ ഇത് ആന്റി ക്ലോക്ക് വൈസ് ആണ് കിട്ടുന്നത്. സോ ടോപ്പ് ഫേസ് എന്ന് പറയുന്നത് SI ഫേസ് ആണ്. അപ്പൊ ബോട്ടം ഫേസ് എന്ന് പറയുന്നത് RE ഫേസ് ആണ്. നമുക്ക് പ്ലസ് ആയതുകൊണ്ട് SI ഫേസ് ആയിരിക്കും. സോ ആൻസർ ഈസ് B. ഓക്കെ അല്ലേ? അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, അടുത്ത ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The major product formed in the following reaction is. The major product formed in the following reaction is. ഇത് ആക്ച്വലി റിയേജൻ സൈഡിൽ വരുന്നതല്ല, അതുകൊണ്ടാട്ടോ ഞാനത് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. The major product formed in the following reaction is. ഓക്കെ, ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടുല്ലോ അല്ലേ? ക്വസ്റ്റ്യൻ ഓക്കെ. അപ്പൊ അവിടെ ഒരു ടെറിഷറി അമൈഡ് തന്നിട്ടുണ്ട്, പിന്നെ സെക്കൻഡറി ബ്യൂട്ടൈൽ ലിഥിയം തന്നിട്ടുണ്ട്, ഒരു ഇലക്ട്രോഫൈൽ തന്നിട്ടുണ്ട് CH3 ആയി. ഓക്കെ, എന്നിട്ട് അവര് തന്നിരിക്കുന്നത് എയില് എന്താ തന്നിരിക്കുന്നത്? നൈട്രജനെയും അതായത് A ഓപ്ഷനിൽ അവർ തന്നിരിക്കുന്നത് ഇവിടുത്തെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് CH3 വന്നിരിക്കുകയാണ്. ബിയില്
ബെൻസീനിലത്തെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് CH3 വന്നിരിക്കുകയാണ് ഓർത്തോന്ന്. സിയില് പാരേന്ന്. ഡിയില് ഈ രണ്ട് സൈഡിൽ നിന്നും ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് CH3 വന്നിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഡി ഒന്നും എന്തായാലും വരില്ല, കാരണം ആകെ കൂടി ഒരു CH3 ആയി ആണ് അവർ നമുക്ക് തന്നിരിക്കുന്നത്. അവിടെ അവർ 2 CH3 തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇത് ശരിക്കും പറഞ്ഞ ഇതിന്റെ പേര് എന്താണെന്നറിയോ? ദിസ് ഈസ് കോൾഡ് ഡയറക്റ്റഡ് ഓർത്തോ മെറ്റലേഷൻ എന്നാണ് ഇതിന്റെ പേര്. ഡയറക്റ്റഡ് ഓർത്തോ മെറ്റലേഷൻ. ആക്ച്വലി ഇത് ശരിക്കും പറഞ്ഞ അരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. എക്സ്ക്ലൂസീവ്ലി അറ്റ് ഓർത്തോ പൊസിഷൻ. ഇത് നിങ്ങൾക്ക് മനസ്സിലായാൽ ഉത്തരമായി. ഓക്കെ, മനസ്സിലായോ? ഈ ബെൻസീൻ, അതായത് ഉത്തരം പറയാൻ പറ്റും നിങ്ങൾക്ക് ഇതിന്റെ? ഞാൻ ഈ പറഞ്ഞ പോയിന്റ് വെച്ച് ഉത്തരം പറയാൻ പറ്റുമോ? ഇതൊരു ഡയറക്റ്റഡ്, ഞാൻ പറഞ്ഞുതരാം ഈ എന്താണ് ഈ ഗ്രൂപ്പ് എന്താണെന്നുള്ളത്. ഞാൻ ഈ പറഞ്ഞ പോയിന്റ് വെച്ച് ഓപ്ഷൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമോ? ആൻസർ ബി ആണ്. ആൻസർ ഈസ് ബി അല്ലേ? അതായത് അരോമാറ്റിക് സി. ഓക്കെ, അല്ല സി വരില്ലല്ലോ. കാരണം എന്താ? പാരലൽ അല്ലല്ലോ. ഞാൻ പറഞ്ഞില്ല, എക്സ്ക്ലൂസീവ്ലി അറ്റ് ഓർത്തോ പൊസിഷൻ. ഓക്കെ, എക്സ്ക്ലൂസീവ്ലി അറ്റ് ഓർത്തോ പൊസിഷൻ. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? അരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എക്സ്ക്ലൂസീവ്ലി അറ്റ് ഓർത്തോ പൊസിഷൻ. ഓക്കെ, ഡയറക്റ്റഡ് ഓർത്തോ മെറ്റലേഷൻ. ആക്ച്വലി ഇതിനെ വിളിക്കുന്ന പേര് DMG ഗ്രൂപ്പ് എന്നാണ്. DMG ഡയറക്റ്റഡ് മെറ്റലേറ്റിംഗ് ഗ്രൂപ്പ്. ഡയറക്റ്റഡ് മെറ്റലേറ്റിംഗ് ഗ്രൂപ്പ്. ഇതില് നോർമലി വരുന്നത് ടെറിഷറി അമൈഡ്, അമീൻ, ടെറിഷറി അമീൻ തുടങ്ങിയിട്ടുള്ള ഗ്രൂപ്പുകളാണ് വരിക. മനസ്സിലാവുന്നുണ്ടോ? ഇതിന്റെ അകത്ത് ടെറിഷറി അമീൻ ഗ്രൂപ്പുകള്, NMe3 ഗ്രൂപ്പുകള്. ഓക്കെ, അതായത് നോർമലി ലോൺ പെയർ ഉള്ള ഒരു ഹെട്രോ ആറ്റം, ലോൺ പെയർ അല്ലെങ്കിൽ ഹെട്രോ ആറ്റം ഗ്രൂപ്പ് ഇതിന്റെ അകത്ത് ഉണ്ടായിരിക്കും. ഈ നോർമലി 2 ഗ്രൂപ്പുകളാണ് വരുന്നത്. പിന്നെ RLI ഉണ്ടായിരിക്കും ഫസ്റ്റ്, RLI. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഗ്രൂപ്പ്, ഞാൻ അതിന്റെ ഡീറ്റെയിൽ മെക്കാനിസം എഴുതുന്നില്ല. ഈ ഗ്രൂപ്പ് ലിഥിയം ഉണ്ടല്ലോ, ലിഥിയം, ത്രൂ ലിഥിയം ഇത് ഇന്ററാക്ട് ചെയ്യാണ് ചെയ്യുക. ഒരു സൈക്ലിക് സ്റ്റേജിലാണ് റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്, ഒരു സൈക്ലിക് സ്റ്റേജിൽ. അതുകൊണ്ടാണ് അത് ഓർത്തോ പൊസിഷനിൽ റിയാക്ഷൻ ഫേവറബിൾ ആക്കി ഇടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരു സൈക്ലിക് സിസ്റ്റത്തിലാണ്, ഒരു സൈക്ലിക് സ്റ്റേജിലാണ് ആ റിയാക്ഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് ഓർത്തോയിൽ വരുന്നത്, അതുകൊണ്ടാണ് പാരയിൽ വരാത്തത്. പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ആ DMG ഗ്രൂപ്പ് ഇന്ററാക്ട് ചെയ്യാണ് ചെയ്യുന്നത്. DMG ഗ്രൂപ്പ് ആദ്യം ആൽക്കൈലിഥി ആയിട്ട് ഇന്ററാക്ട് ചെയ്യും. ആൽക്കൈലിഥി ആയിട്ട് ഇന്ററാക്ട് ചെയ്തതിന് ശേഷം ആ ഓർത്തോ പൊസിഷനിൽ നിന്ന് ഹൈഡ്രജൻ എടുക്കും. എന്നിട്ട് മനസ്സിലാവുന്നുണ്ടോ? ഹൈഡ്രജൻ എടുത്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുക? ഹൈഡ്രജൻ എടുത്ത് കഴിയുമ്പോൾ H എങ്ങനെ പോകണത്? H+ ആയിട്ടാ പോവുക. അപ്പൊ H+ ആയിട്ട് പോകുമ്പോൾ ഇതാണ് DMG ഗ്രൂപ്പ്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ലിഥിയം ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് വരുന്നത് ഒരു സൈക്ലിക് സ്റ്റേജ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇയാൾക്ക് പോയിട്ട് ആരെ അറ്റാക്ക് ചെയ്യാം? ഇലക്ട്രോഫൈലിനെ അറ്റാക്ക് ചെയ്യാം. അതാണ് ഇവിടെ സംഭവിക്കുന്നത്, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ആ ഇലക്ട്രോഫൈൽ ചിലപ്പോൾ വരണത് ബ്രോമിൻ ആയിരിക്കും, ചിലപ്പോൾ വരണത് ഒരു ആൽക്കൈൽ ഹാലൈഡ് ആയിരിക്കും, ചിലപ്പോൾ വരണത് ഒരു CH3COCl ആയിരിക്കും, ചിലപ്പോൾ വരണത് ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും. ഏത് വേണമെങ്കിലും വരാം ഇലക്ട്രോഫൈല്. ഇത് മാത്രമല്ല കേട്ടോ. അപ്പൊ ആ ഇലക്ട്രോഫൈല് ഏത് പൊസിഷനിൽ വന്ന് കയറും? ഓർത്തോ പൊസിഷനിൽ വന്ന് കയറും. വളരെ റിയാക്ഷൻ മനസ്സിലായി കഴിഞ്ഞാൽ ഒന്നുമില്ല. പക്ഷെ റിയാക്ഷൻ മനസ്സിലായില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഇത് എന്തോ റിയാക്ഷൻ ആണെന്ന് വിചാരിക്കും. ഇത് ക്ലിയർ ആണോ? ഇനി ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം. The major product formed in the following transformation is.
മേജർ പ്രൊഡക്റ്റ് ഫോംഡ് ഇൻ ദ ഫോളോയിങ് ട്രാൻസ്ഫോർമേഷൻ ഈസ്. എന്തൊക്കെയാണ് അവർ നമുക്ക് തന്നിരിക്കുന്നത് നോക്കുക ആദ്യം. ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, ഒരു ആസിഡ് ഉണ്ട് അല്ലേ, എൻബ്രോമോ സക്സിനിമൈഡ് അവർ നമുക്ക് തന്നിട്ടുണ്ട്. എൻബ്രോമോ സക്സിനിമൈഡ്, ഒരു പൊട്ടാസ്യം ടെർഷ്യറി ബ്യൂട്ടോക്സൈഡ് പോലെ ഒരു ബേസും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും ഒരു സി ഡബിൾ ബോണ്ട് സിയും NBSും തമ്മിലുള്ള റിയാക്ഷൻ? എന്തായിരിക്കും? CCBr അല്ലേ? നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന ഒരു റിയാക്ഷൻ ആണ് NBSും ഡബിൾ ബോണ്ടും തമ്മിലുള്ള റിയാക്ഷൻ. ആദ്യം അതായിരിക്കും വരുന്നത്. ഓക്കെ അല്ലേ? പിന്നെ ബേസ് വന്നു കഴിഞ്ഞാൽ ബേസ് എന്ത് ചെയ്യും? ബേസ് എത്ര ചെയ്യുള്ളൂ? ബേസ് വിൽ ടേക്ക് H പ്ലസ് അല്ലേ? ഓക്കെ, ഇനി ഞാനൊരു ടിപ്പ് പറയണതാണ്, നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെച്ചോളൂ. നമ്മുടെ ഓപ്ഷൻസില് സൈക്ലിക് പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ആ പ്രൊഡക്റ്റ് ഫോം ചെയ്യാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് നോക്കണം. മനസ്സിലായോ? എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല, എന്നാലും ഒരു 90% അതിനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായോ? സൈക്ലിക് പ്രൊഡക്ട്സുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾ നോക്ക്, നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആ ഡബിൾ ബോണ്ടിലേക്ക് ആദ്യം ബ്രോമിൻ വരുന്നു, ഈ ഡബിൾ ബോണ്ടിലേക്ക് ഫസ്റ്റ് ബ്രോമിൻ വരുന്നു അല്ലേ? അതിനുശേഷം ഇവിടെ എന്താ ഗ്രൂപ്പ്? CH2 ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ ഏതാ C ഡബിൾ ബോണ്ടോ ഉണ്ട്, പിന്നെ ഏതാ OH. ഇതെല്ലാം ആദ്യം കിട്ടുക അല്ലേ? പറഞ്ഞേ. എന്താണ് ഫസ്റ്റ് കിട്ടുക? സ്റ്റീരിയോ കെമിസ്ട്രി എന്തെങ്കിലും ആവട്ടെ. അതിനുശേഷം ബേസ് വന്നിട്ട് ഡീപ്രോട്ടോണേറ്റ് ചെയ്തു, ഇതല്ലേ സംഭവിക്കുക? അല്ലേ? ഇനി എന്തായിരിക്കും സംഭവിക്കുക? ഇത് അൺസ്റ്റേബിൾ ആണല്ലോ, വേഗം 1 2 3 4 5. ഓ സോറി, ഞാൻ ഡബിൾ ബോണ്ട് കഴിഞ്ഞിട്ട് ഒരു കാർബൺ കഴിഞ്ഞിട്ടോ അല്ലേ? ഞാൻ ഇട്ട സ്ട്രക്ചറിന്റെ പൊസിഷൻ മാറിപ്പോയി. ഇവിടെ ആയിരുന്നില്ലേ അത്? CH2 അല്ലേ? CH2 C ഡബിൾ ബോണ്ട് O മൈനസ്. അപ്പൊ 1 2 3 4 5. അപ്പൊ ഈ ഓക്സിജൻ വന്നിട്ട് ഈ കാർബൺ അറ്റാക്ക് ചെയ്യും, ഈ ബോണ്ട് ഓപ്പൺ ചെയ്യും. സോ യു വിൽ ഗെറ്റ് ആൻസർ ആസ് ഓപ്ഷൻ C. നോക്കിയേ, C അല്ല, ഓക്കെ സിയിലേക്ക് എത്തിയിട്ടില്ല, ഒരു മിനിറ്റ്. അത് ഓപ്പൺ ചെയ്യും, നമുക്ക് നോക്കാം C ആണോ D ആണോ നോക്കാം. അത് ഓപ്പൺ ചെയ്യും. അപ്പൊ അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നോക്കിയേ എന്താ കിട്ടുന്നത്? ഇവിടെ ബ്രോമിൻ വരും അല്ലേ? പിന്നെ ഇവിടെ ഒരു 5 മെമ്പേർഡ് റിംഗ് ആണ്, നോക്ക്. യെസ്, ആ 5 മെമ്പേർഡ് റിംഗില് CH2 ഉണ്ട്, CH2 കഴിഞ്ഞിട്ട് C ഡബിൾ ബോണ്ടോ ഉണ്ട്, പിന്നെ ഒരു ഓക്സിജൻ ഉണ്ട്. നോക്കിയേ, ശരിയാണോ നോക്കിയേ? അല്ലേ? ഇത് നമ്പർ ഇട്ടോ, 5 4 3 2 1. നെക്സ്റ്റ് ബേസിന്റെ പ്രസൻസില് Me3CO മൈനസ് E2 നടക്കും. ബ്രോമിൻ അവിടെ കാണാനില്ല. അപ്പൊ എന്ത് നടക്കും? E2 എലിമിനേഷൻ നടക്കും. അപ്പൊ E2 എലിമിനേഷൻ നടന്നു കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടാൻ സാധ്യത? E2 എലിമിനേഷൻ നടന്നു കഴിയുമ്പോൾ
പൊസിഷൻ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ചേട്ടാ പൊസിഷൻ തെറ്റിയ? ഓക്കെ ഓക്കെ ഓക്കെ, ശരിയായിരുന്നു നേരത്തെ പൊസിഷൻ. ഞാൻ വിചാരിച്ചേ അതിലോട്ട് അങ്ങോട്ട് പോണില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ്, അപ്പൊ ശരിയാക്കാം നമുക്ക്. യെസ്, ഇതല്ലായിരുന്നു ഫസ്റ്റ് ഞാൻ നോക്കി വരയ്ക്കാത്തതിന്റെ പ്രശ്നം. യെസ്, സി ഡബിൾ ബോണ്ട് ഒ, ഒ മൈനസ്, ഇതൊക്കെ അല്ലേ? ഇതിലേക്ക് ഫസ്റ്റ് ബ്രോമിൻ വരും. സോ ബ്രോമിൻ വന്നു കഴിയുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഇത് കിട്ടും. അതിനുശേഷം ഓക്സിജൻ 1 2 3 4 അല്ല, അതല്ല, അത് ഇവിടെ തെറ്റിയിട്ടുള്ളതാ, ക്വസ്റ്റ്യനിൽ തെറ്റിയിട്ടുള്ളതാ. കാരണം ഇങ്ങനെ വരുമ്പോഴേ, അതുകൊണ്ടാണ് ഞാൻ മറ്റോണം ഇട്ടേ. കാരണം ഇവിടെ വരുമ്പോ 6 മെമ്പേർഡ് അല്ല വരണേ അല്ലേ? അതെ, ഇവിടെ ക്വസ്റ്റ്യനിൽ തെറ്റ് വന്നിട്ടുള്ളതാ കേട്ടോ. ക്വസ്റ്റ്യൻ ശരിക്കും ഇങ്ങനെയാണ്, അതാണ് അവിടെ വെച്ച് ഞാൻ മാറ്റിയത്. ഓക്കെ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. കാരണം അങ്ങനെ 6 വരാം. ഓക്കെ, മനസ്സിലായോ? നമ്മൾ നേരത്തെ ഇട്ടത് കറക്റ്റാ. ഓക്കെ ആണോ പറഞ്ഞ പോയിന്റ്? ഞാൻ തിരിച്ചു പോട്ടെ പഴയതിലേക്ക്. ഒരു മിനിറ്റ്, നമ്മൾ അത്രയും വരച്ചതല്ലേ. യെസ്, ഓക്കെ. E2 എലിമിനേഷൻ നടക്കും. അപ്പൊ E2 എലിമിനേഷൻ നടന്നു കഴിയുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ് ഓക്കെ ഞാൻ എഴുതാം. ഇവിടെ 2 ചാൻസ് ഉണ്ട്. രണ്ട് ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നെങ്കിൽ ഡബിൾ ബോണ്ട് ഇവിടെ വരാം ലൈക്ക് ദിസ്, അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് ഇവിടെ വരാം. നോക്കിയേ, അതായത് ബ്രോമിൻ ഇവിടെ നല്ല പോണേ. അപ്പോ ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട് ഇല്ലേ, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. അങ്ങനെ 2 ഹൈഡ്രജൻ ഉണ്ട്. ഞാൻ ഗ്രീനിലും ബ്ലൂവിലും ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതാണ് 2 നമ്മുടെ സാധ്യതകൾ. അതാണ് ലാസ്റ്റ് 2 ഓപ്ഷൻസ് കിടക്കുന്നത്. ഓപ്ഷൻ എയും ബിയും കട്ട് ചെയ്തു. അപ്പൊ ഇതില് ഓപ്ഷൻ സി ആണോ ഓപ്ഷൻ ഡി ആണോ എന്നുള്ളതാണ്. ഇതാണ് ഓപ്ഷൻ ഡി അല്ലേ? ദിസ് ഈസ് ഓപ്ഷൻ ഡി ആൻഡ് ദിസ് ഈസ് ഓപ്ഷൻ സി. ഏതാണ് വരാന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ചലഞ്ച്. ഓക്കെ, അപ്പൊ ഇതൊന്ന് തിരുത്തണേ. ക്വസ്റ്റ്യൻ മനസ്സിലായി? ക്വസ്റ്റ്യൻ തിരുത്തണം കേട്ടോ. ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ, കറക്റ്റ്. ഓക്കെ, CS2CO. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ ഇതിന്റെ ആൻസർ തിരിച്ചറിയും, സി ആണോ ഡി ആണോ എന്നുള്ളത്? അപ്പൊ ഞാൻ E2 എലിമിനേഷന്റെ ഒരു പ്രത്യേകത എന്താ? E2 എലിമിനേഷന്റെ പ്രത്യേകത എന്താ? H ആൻഡ് Br എന്തായിരിക്കണം? ആന്റി പെരി പ്ലാനാർ ആയിരിക്കണം. ആന്റി പെരി പ്ലാനാർ ആയിരിക്കണം, വേണ്ടേ? അല്ലെങ്കിൽ ട്രാൻസ് ആയിരിക്കണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. ആന്റി പെരി പ്ലാനാർ ആയിരിക്കണം, ട്രാൻസ് ആയിരിക്കണം E2 എലിമിനേഷൻ. അപ്പൊ നമുക്ക് എങ്ങനെ തിരിച്ചറിയാനായിട്ട് പറ്റും? സ്റ്റീരിയോ കെമിസ്ട്രി നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് വീണ്ടും ആദ്യത്തേന്ന് സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഞാൻ സ്റ്റീരിയോ കെമിസ്ട്രി ഇല്ലാതെ ഉത്തരത്തിലോട്ട് വരാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ സ്റ്റീരിയോ കെമിസ്ട്രി ഇല്ലാതെ പറ്റില്ല. ഇപ്പൊ ഫസ്റ്റ് നമുക്ക് വീണ്ടും ഫസ്റ്റ് ഇതിലേക്ക് വരാം. അപ്പൊ ഇതില് ഫസ്റ്റ് നമ്മൾ നടക്കുന്നത് ബ്രോമിനേഷൻ അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഇവിടെ ഡബിൾ ബോണ്ടും ഉണ്ട്, പിന്നെ ഒരു ഗ്രൂപ്പ് വേറെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ വീണ്ടും സ്റ്റീരിയോ കെമിസ്ട്രി എഴുതാൻ പോവാണ് കേട്ടോ. ഒന്നുമില്ല കേട്ടോ, അത് എളുപ്പമാണ്, നിങ്ങൾ നോക്കുക. അതായത് ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഈ ഗ്രൂപ്പ് സപ്പോസ് ഈ ഗ്രൂപ്പ് ടോപ്പ് ഫേസിലാന്ന് വിചാരിക്കുക. ഇപ്പൊ അവര് നമുക്ക് സ്റ്റീരിയോ കെമിസ്ട്രി തന്നിട്ടൊന്നുമില്ല. ഈ ഗ്രൂപ്പ് ടോപ്പ് ഫേസിലാന്ന് വിചാരിക്കുക. ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ബ്രോമിൻ ഏത് ഫേസിലായിരിക്കും വന്ന് കിടക്കുക? നിങ്ങൾ പറഞ്ഞേ. ബ്രോമിൻ ഏത് ഫേസിലായിരിക്കും വന്ന് കിടക്കുക? ടോപ്പിലായിരിക്കും ബോട്ടത്തിലായിരിക്കും? ഇത് ഞാൻ ഇട്ടതാണ്.
മനസ്സിലാവുന്നുണ്ടോ? അവർ തന്നിട്ടൊന്നുമില്ല. ഇതിപ്പോ എനിക്ക് വേണമെങ്കിൽ അതിന് ബോട്ടം ഫേസിൽ ഇടാം. ഇപ്പൊ ഞാൻ ടോപ്പിൽ ഇട്ട് ചെയ്യാണ്, വേറെ ഒന്നുമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബ്രോമിന് ഏത് ഫേസിലായിരിക്കും വരാം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഡബിൾ ബോണ്ട് ഇങ്ങനെ നിൽക്കുന്നു, മുകളിൽ ഒരു CS2COH നിൽക്കുന്നു, ബ്രോമിനേഷൻ നടത്തുന്നു. അപ്പൊ ബ്രോമിൻ എന്താ ചെയ്യാ? സ്റ്റെറിക്കലി ഫ്രീ സൈഡ് കൂടെ അല്ലേ വരാ? അല്ലേ? ആണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ബ്രോമിൻ ബോട്ടം ഫേസ് കൂടെ വരും, എന്നിട്ട് ബ്രോമിൻ ഇങ്ങനെ നിൽക്കും. ഇത് ക്ലിയർ ആണോ? അല്ലേ? ഇങ്ങനെ വന്ന് നിൽക്കാണ്. ഓക്കെ, ഇനി നിങ്ങളൊന്ന് ആലോചിക്കുക, ഓക്സിജൻ ഈ കാർബൺ അറ്റാക്ക് ചെയ്യാണ്, ഈ കാർബൺ അറ്റാക്ക് ചെയ്യാണ്. നമ്മൾ നേരത്തെ എപ്പോക്സൈഡിൽ പറഞ്ഞതാണ്, ഒരു 3 മെമ്പേർഡ് എപ്പോക്സൈഡിനെ നമ്മൾ എങ്ങനെ ഓപ്പൺ ചെയ്യുക? SN2 അല്ലേ? അത് അങ്ങനെ തന്നെ വരുള്ളൂ. കാര്യം ഇത് ടോപ്പ് ഫേസ് അല്ലേ? ഇത് 3 മെമ്പേർഡ് അല്ലേ ഓപ്പണിങ്? നമ്മൾ എപ്പോക്സൈഡ് പറഞ്ഞില്ലേ 3 മെമ്പേർഡ് ഓപ്പണിങ്ങിന്റെ പ്രത്യേകത എന്താ? ഓൾവേസ് എന്തായിരിക്കും? SN2 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ബോണ്ട് ഓപ്പൺ ചെയ്തു. ക്ലിയർ ആണോ? ലാസ്റ്റ് ഒരു ഷോർട്ട് കട്ട് പറഞ്ഞു തരാം കേട്ടോ. ഷോർട്ട് കട്ട് അല്ല, ഒരു ടിപ്പ്. ഇത് ക്ലിയർ ആണോ? അപ്പൊ ബ്രോമിൻ ഇവിടെ ബോട്ടം ഫേസിൽ വന്നു, ഓക്സിജൻ ഇവിടെ ടോപ്പ് ഫേസില്, ഇവിടെ CH2 ടോപ്പ് ഫേസില്, പിന്നെ ഇവിടെ C ഡബിൾ ബോണ്ട് O. മനസ്സിലായോ? ഓക്കെ ആണോ? ഇനി നിങ്ങൾ നോക്കിയേ, D ആണോ C ആണോ വരാ? അടുത്ത എലിമിനേഷൻ ആണ്. ബ്രോമിൻ ആണ് അവിടെ നിൽക്കുന്നത്. ഹൈഡ്രജൻസ് പോണം. ഇവിടത്തെ ഹൈഡ്രജൻ ഏത് ഫേസിലാ? ബോട്ടം ഫേസിൽ. ഇവിടെ 2 ഫേസിലും ഇല്ലേ? അപ്പൊ ഏത് ഹൈഡ്രജനാ പോവാ? ഈ ഹൈഡ്രജൻ. ആൻസർ ഈസ് ഓപ്ഷൻ സി കേട്ടോ. അത്രേ ഉള്ളൂ. നിങ്ങൾ നോക്ക്, ക്വസ്റ്റ്യൻ നോക്ക്. ഓക്കെ, ഓപ്ഷൻ സി കേട്ടോ. യെസ്, ഇതിൽ ഇത് അങ്ങനെ അത്ര ടഫ് ഒന്നല്ല, ഒരു കളി, ഒരു പ്ലേ എന്ന് പറയില്ലേ നമ്മള്, മെക്കാനിസത്തിന്റെ ഒരു പ്ലേ, അത്രേ ഉള്ളൂ. യെസ്, പിന്നെ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ, ഇപ്പൊ ഇതില് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം C ആണോ D ആണോ എന്നുള്ളത് നമുക്ക് സ്റ്റീരിയോ കെമിസ്ട്രി വെച്ചിട്ട് വേണം കണ്ടുപിടിക്കാനായിട്ട്. പിന്നെ 6 മെമ്പേർഡ് റിങ്ങും 5 മെമ്പേർഡ് റിങ് വരുമ്പോ എപ്പോഴും ആ റിംഗ് ജംഗ്ഷൻ ഉണ്ടല്ലോ, റിംഗ് ജംഗ്ഷൻ എപ്പോഴും എന്തായിരിക്കും എന്നറിയോ? സിസ് ആയിരിക്കും കേട്ടോ. റിംഗ് ജംഗ്ഷൻ എപ്പോഴും എന്തായിരിക്കും? സിസ് ആയിരിക്കും. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. പലപ്പോഴും നമുക്ക് ചിലപ്പോൾ ആവശ്യം വരും. 6ഉം 5ഉം ഒക്കെ, 6ഉം 6ഉം വരുമ്പോഴാണ് സിസും ട്രാൻസും വരുന്നത്. ബാക്കി അങ്ങോട്ട് ഇപ്പൊ 5ഉം 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 4ഉം 5ഉം 3ഉം 4ഉം 3ഉം 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 അതെല്ലാം എന്തായിരിക്കും വരാ? സിസ് ആയിരിക്കും. കാരണം ട്രാൻസിന് സ്റ്റെബിലിറ്റി ഇല്ല കേട്ടോ. ഒരു സൈക്ലിക് പ്രൊഡക്റ്റ് അവര് ഇപ്പോ ഈ ഡിക്ക് പകരം, ഈ ഡിക്ക് പകരം അവരിങ്ങനെ തന്നേന്ന് വിചാരിക്കുക. സപ്പോസ് അവർ ഡി തന്നില്ല, അതിന് പകരം ഒരു ഹൈഡ്രജൻ അവർ ബോട്ടം ഫേസിലും ഒരു ഹൈഡ്രജൻ അവർ ടോപ്പ് ഫേസിലും തന്നെന്ന് വിചാരിക്കുക. ഇനി നിങ്ങൾ ഒന്നും നോക്കണ്ട, ഇതൊരിക്കലും ഫോം ചെയ്യില്ല. ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞ ടിപ്പ് ക്ലിയർ ആണോ? അങ്ങനെ വന്നാൽ ഓക്കെ, അത് ശ്രദ്ധിക്കുക കേട്ടോ. ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് വരുമ്പോഴേ ഓപ്ഷൻസ് കട്ട് ചെയ്ത് കളയാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ.
അടുത്ത ചോദ്യം, മേജർ പ്രൊഡക്റ്റ് ഫോംഡ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ ഈസ്. ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, റിയേജന്റ് നോക്കിയ, റിയേജന്റ് എന്താ? CH3MgCl. ഇയാളുടെ പേരെന്താ? ഗ്രിഗ്നാർഡ് റിയേജന്റ്. എന്താ പേര്? ഗ്രിഗ്നാർഡ് റിയേജന്റ്. കേട്ടിട്ടുണ്ടല്ലോ എല്ലാവരും? ഗ്രിഗ്നാർഡ് റിയേജന്റ്. ഈ ഗ്രിഗ്നാർഡ് റിയേജന്റ് പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഗ്രിഗ്നാർഡ് റിയേജന്റ് നോർമലി നമ്മൾ പഠിക്കുന്നതാണ്. കാർബോണിൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാല് ഈ ഗ്രിഗ്നാർഡ് കാർബോണിൽ ഗ്രൂപ്പിനെ അറ്റാക്ക് ചെയ്യും. ന്യൂക്ലിയോഫൈൽ ആയതുകൊണ്ട് അറ്റാക്ക് ചെയ്യും. അറ്റാക്ക് ചെയ്തതിന് ശേഷം യു വിൽ ഗെറ്റ് ആൽക്കഹോൾ, RCOH. ഹൈഡ്രോളിസിസ് നടന്നു കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് ആൽക്കഹോൾ. ഗ്രിഗ്നാർഡ് അല്ലെ, നമ്മൾ പഠിക്കുന്ന ഒരു ബേസിക് റിയാക്ഷൻ. ആ ഒരു കോൺജുഗേറ്റഡ് കാർബോണിൽ ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ, ഒരു കോൺജുഗേറ്റഡ് കാർബോണിൽ ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ ഗ്രിഗ്നാർഡ് റിയേജന്റ് അഗെയിൻ അത് കാർബോണിൽ ഗ്രൂപ്പിനെ തന്നെയാണ് അറ്റാക്ക് ചെയ്യുക. ഒരു കോൺജുഗേറ്റഡ് കാർബോണിൽ ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ ഗ്രിഗ്നാർഡ് അഗെയിൻ ആ കാർബോണിൽ ഗ്രൂപ്പിനെ തന്നെയാണ് അറ്റാക്ക് ചെയ്യുക. ലൈക്ക് ദിസ്. ഓക്കെ, ക്ലിയർ ആണോ? ഗ്രിഗ്നാർഡ് ട്ടോ, ഗ്രിഗ്നാർഡ്. ഓക്കെ, ഇനി ഒരു കോൺജുഗേറ്റഡ് സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഒരു കോൺജുഗേറ്റഡ് സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത, ഗ്രിഗ്നാർഡിന് പകരം ഗിൽമാൻ റിയേജന്റ് ആണ് വരണേന്ന് വിചാരിക്കുക. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഗിൽമാൻ റിയേജന്റ്? CH3 twice CuLi. ഗിൽമാൻ. ഗിൽമാൻ റിയേജന്റ് ആണ് വരുന്നതെങ്കിൽ ഇവ എന്താ ചെയ്യാന്നറിയോ? ഗിൽമാൻ ഈ കാർബൺ അറ്റാക്ക് ചെയ്യും, ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇതാണ് ഗിൽമാൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യം കിട്ടുന്നത് ഇവിടെ O മൈനസ് CH3 വന്ന് അറ്റാക്ക് ചെയ്യും, ലൈക്ക് ദിസ്. അതിനുശേഷം എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് ടോട്ടമറൈസ് ചെയ്യും. ടോട്ടമറൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നത് ലൈക്ക് ദിസ്. ഇതാണ് കിട്ടുക. അവിടേക്ക് H+ വരും. ഓക്കെ, ഗിൽമാൻ റിയേജന്റ് ആണെങ്കിൽ. ഗ്രിഗ്നാർഡ് ആണെങ്കിലോ ദേ ഇതാ കിട്ടുക. ഓക്കെ, ഇത് മനസ്സിലായോ? ഈ രണ്ടെണ്ണം. ഓക്കെ, ഇവിടെ ഈ കോൺജുഗേറ്റഡ് സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോൺജുഗേറ്റഡ് സിസ്റ്റത്തിന് എന്താണ് കോൺജുഗേറ്റഡ് സിസ്റ്റം? ന്യൂക്ലിയോഫൈല് ഇവിടെ അറ്റാക്ക് ചെയ്യാം ഡയറക്റ്റ് ആയിട്ട്, ഗ്രിഗ്നാർഡ് പോലെ. ഇവിടെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ആ അഡീഷനെ വിളിക്കുന്ന പേരാണ് ഡയറക്റ്റ് അഡീഷൻ, 1-2 അഡീഷൻ. 1-2 അഡീഷൻ. 1-2 അഡീഷൻ. ഓക്കെ, ആ സമയം ന്യൂക്ലിയോഫൈല് ഇവിടെയാണ് അറ്റാക്ക് ചെയ്യണമെന്ന് വിചാരിക്കുക. ഇവിടെയാണ് അറ്റാക്ക് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോ അറ്റാക്കിങ് ഇങ്ങനെയാണ് പോവുക, ഇലക്ട്രോൺ ഫ്ലോ. ദാറ്റ് മീൻസ് 1, 2, 3, 4. This is called 1-4 addition, like Gilman or Michael addition. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോ, മൈക്കിൾ അഡീഷൻ, ഗിൽമാൻ. വ്യത്യാസം മനസ്സിലായോ? ന്യൂക്ലിയോഫൈലിന് കോൺജുഗേറ്റഡ് കാർബോണിൽ സിസ്റ്റത്തിൽ 2 ടൈപ്പ് അഡീഷൻ ഉണ്ട്, 1-2 1-4. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ന്യൂക്ലിയോഫൈൽ അനുസരിച്ചിട്ടാണ് അത് വരുന്നത്. ഇപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കോൺജുഗേറ്റഡ് കാർബോണിൽ സിസ്റ്റത്തില് ഈ കാർബൺ എന്ന് പറയുന്നത് ഹാർഡ് ആസിഡ് ആണ്. ഈ കാർബൺ ഡയറക്ട്ലി കണക്റ്റഡ് ടു ഓക്സിജൻ ആയതുകൊണ്ട് ഈ കാർബൺ എന്ന് പറയുന്നത് സോഫ്റ്റ് ആസിഡ് ആണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഗ്രിഗ്നാർഡ് റിയേജന്റിന്റെ പ്രത്യേകത എന്താ?
CH3 minus CH3 is connected to magnesium. That means this is hard base. ആ സമയം ഗിൽമാനോ is connected to copper. So this is soft base. SHAB principle നിങ്ങൾക്ക് അറിയാലോ. Hard acid prefer to react with hard base, soft acid prefer to react with soft base. ഇതാണ് സംഭവിക്കുന്നത്. ഓക്കെ ആണോ? നിങ്ങൾ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ആലോചിച്ച് നോക്കിയേ. ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ആണ് നമ്മൾ വെക്കുന്നതെന്ന് വിചാരിക്കുക. ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് എന്താ ചെയ്യുക? ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് H- ആണ് അവൻ കൊടുക്കുന്നത്. അവൻ എന്ത് ചെയ്യും? അവൻ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ഈ കാർബൺ അറ്റാക്ക് ചെയ്യും. അങ്ങനല്ലേ? കാർബണിൽ ഡബിൾ ബോണ്ടിനെ തൊടില്ല. ഹൈഡ്രൈഡ്സ് ഡബിൾ ബോണ്ടിനെ റെഡ്യൂസ് ചെയ്യാൻ വളരെ ടഫാണ്, വളരെ ഡിഫിക്കൽട്ട് ആണ്. നമ്മൾ പഠിക്കുന്നുണ്ട് ഇല്ലേ? ഓക്കെ, ഹൈഡ്രൈഡ്സിന്റെ പ്രത്യേകതയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് സംഭവിക്കുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇവിടെ അവർ തന്നിരിക്കുന്നത് ഗ്രിഗ്നാർഡ് റിയേജന്റ് ആണ്. പക്ഷെ ആരുടെ പ്രസൻസിലാണ് തന്നിരിക്കുന്നത്? ആരുടെ പ്രസൻസിലാണ് തന്നിരിക്കുന്നത്? CuCl പ്രസൻസിലാണ് തന്നിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇത് ഗ്രിഗ്നാർഡ് അല്ല, ഇറ്റ്സ് ലൈക്ക് ഗിൽമാൻ. മനസ്സിലായോ? ഇതാണ് അവിടെ മനസ്സിലാക്കണ്ടേ. അതായത് CH3MgBr അല്ലെങ്കിൽ CH3MgCl ഒറ്റയ്ക്കാണ് തന്നെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ കോപ്പറിന്റെ പ്രസൻസിൽ ആണ് വരുന്നതെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ഗിൽമാൻ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അതിനർത്ഥം എന്താ? ഇത് എന്ത് അഡീഷനാ തരാ? ഇത് എന്ത് അഡീഷനാ തരാ? 1,4 അഡീഷൻ. 4 അഡീഷൻ. ഓപ്ഷൻ എ കട്ട് ചെയ്യാം, ഓപ്ഷൻ ബി കട്ട് ചെയ്യാം, ഓപ്ഷൻ സി കട്ട് ചെയ്യാം. ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി. വേറെ ഒന്നുമില്ല. അല്ലേ? നോക്കിയേ, എനിക്ക് ഇത്രയും പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ രണ്ടിന്റെ ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റിയില്ല എന്റെ ആൻസർ, അതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല. ക്ലിയർ ആണോ? ബാക്കി മൂന്നും വരില്ലല്ലോ. മൂന്നും വരില്ല. ഓക്കെ, അടുത്ത ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The major product formed in the following reaction is. Major product formed in the following reaction is. ആർക്കെങ്കിലും ഈ റിയാക്ഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ബെറ്റർ, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞുതരാം. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ്. എനിവൺ? ഡയോസട്ടൈസേഷൻ ആണെങ്കിൽ NaNO2 അല്ലേ? ഡയോസട്ടൈസേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ NaNO2 HCl at 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ റിയാക്ടന്റ് എന്ന് പറയുന്നത് പ്രൈമറി അമീൻസ് ആയിരിക്കണം. അതാണ് ഡൈസട്ടൈസേഷൻ. ബെർച്ച് റിഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കണം എന്നറിയോ? ബെർച്ച് റിഡക്ഷനിൽ വരുന്നത് സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം അല്ലെങ്കിൽ ലിഥിയം ആൽക്കലി മെറ്റല് ഇൻ ലിക്വിഡ് അമോണിയ ആണ്. അതാണ് ബെർച്ച്. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, നിങ്ങൾ പറഞ്ഞതിന്റെ ഇത് ഞാൻ പറയുന്നതാണ് ബെർച്ച്. റിഡക്ഷൻ എന്ന് പറയുമ്പോൾ സോഡിയം പൊട്ടാസ്യം റിഡക്ഷൻ ശരിക്കും 3 ടൈപ്പാണ് ഉള്ളത്. റിഡക്ഷൻ ഒന്ന് ഹൈഡ്രൈഡ് ട്രാൻസ്ഫർ റിഡക്ഷൻ എന്ന് പറയും, H- കൊടുക്കണത്. 2 മെറ്റൽ ഇലക്ട്രോൺ ട്രാൻസ്ഫർ. മെറ്റൽ ആയിട്ട് കിടക്കണം, മെറ്റൽ ആയിട്ട് വേണം. ഇവിടെ Na കിടക്കുന്നത് Na+ ആയിട്ടല്ലേ? അല്ലേ? അതായത് സോഡിയം അമൈഡ് അല്ല, ഇത് സോഡിയം അമൈഡ്, സോഡിയം അമൈഡ്. ഓക്കെ, പിന്നെ ഡയറക്റ്റ് ആയിട്ട് ഹൈഡ്രജൻ ആഡ് ചെയ്യുന്ന റിഡക്ഷൻ, മെറ്റലിന്റെ പ്രസൻസിൽ ഹൈഡ്രജൻ ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യും, നിക്കല്, പലേഡിയം, പ്ലാറ്റിനം അങ്ങനെ. അല്ലെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്ഫർ. ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണ് സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ. അതാണ് റിഡക്ഷൻസിലൊക്കെ വരുന്നത്. അതല്ല, റിഡക്ഷൻ അല്ല. എനിവൺ? നിങ്ങൾ ക്വസ്റ്റ്യൻ, നിങ്ങൾ ആൻസർ നോക്ക്. അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നിരിക്കുന്നത് നോക്കിയേ. ക്ലോറിനെ റീപ്ലേസ് ചെയ്ത് NH2 വന്നിരിക്കുകയാണ്. ക്ലോറിനെ കാണാനില്ല.
ക്ലോറിൻ അവിടെ കാണാനില്ല, ചില ഒരെണ്ണത്തിൽ മെത്തോക്സിനും കാണാനില്ല. പക്ഷെ എന്തായാലും റീപ്ലേസ്മെന്റ് നടന്നിരിക്കുന്നത്. സോ ദിസ് ഈസ് അരോമാറ്റിക് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അരോമാറ്റിക് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് SNAR എന്ന് പറയും, SNAR. രണ്ട് ബെൻസൈൻ. ഇതൊക്കെ നമ്മുടെ ആപ്പിലുണ്ട്. ബെൻസൈൻ. ഇതിൽ ഏതാ സാധനം? ബെൻസൈൻ ആണെങ്കിൽ അവിടെ NO2 ഗ്രൂപ്പിനെ കാണണം. ഇത് ബെൻസൈൻ, സോറി, SNAR ആണെങ്കിൽ അവിടെ NO2 ഗ്രൂപ്പിനെ കാണണം. ദിസ് ഈസ് ബെൻസൈൻ. ബെൻസൈൻ മെക്കാനിസം. സോഡിയം അമൈഡ്. ബെൻസൈൻ മെക്കാനിസം. സോഡിയം അമൈഡ്. മനസ്സിലായോ നിങ്ങൾക്ക്? റിയാക്ഷൻ മനസ്സിലായോ? ബെൻസൈൻ മെക്കാനിസം ആണ്. സോഡിയം അമൈഡ്, ലിക്വിഡ് അമോണിയ, ഹാലോ ബെൻസീൻ. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് വരുന്നതെന്നുള്ളത്. ഞാനൊക്കെ മാക്കിയാണ്. ഓക്കെ, സോ അവർ തന്നിരിക്കുന്ന ആളെ തന്നെ നമുക്ക് എടുത്ത് എഴുതാം. ക്ലോറിൻ ഉണ്ട്, മെത്തോക്സി ഗ്രൂപ്പ് ഉണ്ട് അല്ലേ? സോ മെത്തോക്സി ക്ലോറിൻ, OMe ഗ്രൂപ്പ് ആൻഡ് ക്ലോറിൻ. ഫസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ NH2- വന്നിട്ട് ക്ലോറിന്റെ ഓർത്തോ പൊസിഷനിൽ നിന്ന് ഹൈഡ്രജനെ എടുക്കും. മറ്റേ ഓർത്തോ പൊസിഷൻ ബ്ലോക്ക്ഡ് ആണ്. അപ്പൊ ഇവൻ വന്നിട്ട് ഇവിടുന്ന് H+ എടുക്കും. H+ എടുത്തു കഴിയുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് ചാർജ് വരും. OMe ഗ്രൂപ്പ്, ക്ലോറിൻ മൈനസ്. ദെൻ ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഈ ക്ലോറിനെ കളഞ്ഞിട്ട് ബെൻസൈൻ ഫോം ചെയ്യും. ബെൻസൈൻ ഫോം ചെയ്യും ലൈക്ക് ദിസ്. ബെൻസൈൻ ഒരു റിയാക്റ്റീവ് ഇന്റർമീഡിയറ്റ് ആയതുകൊണ്ട്, അൺസ്റ്റേബിൾ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ സിസ്റ്റത്തിലുള്ള ന്യൂക്ലിയോഫൈൽ നോക്കും. ന്യൂക്ലിയോഫൈൽ NH2- ഉള്ളൂ. അപ്പൊ ഈ NH2- രണ്ട് സാധ്യതയുണ്ട്. ഒന്നെങ്കിൽ ഇവിടെ അറ്റാക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ അറ്റാക്ക് ചെയ്യാം. ഓർത്തോയിൽ അറ്റാക്ക് ചെയ്യാം, മെറ്റയിൽ അറ്റാക്ക് ചെയ്യാം. ഓർത്തോയിലാണ് അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ വരും. ഓർത്തോയിലാണ് അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് OMe NH2- ചാർജ് ഇവിടെ വരും. മെറ്റയിലാണ് അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ, ദിസ് ഈസ് മെറ്റയിലാണ് അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ ലൈക്ക് ദിസ്, ഇതേപോലെ വരും. OMe NH2 and മൈനസ്. OMe ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇലക്ട്രോണിക് ഇഫക്ട്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. OMe ഗ്രൂപ്പിന്റെ പ്രത്യേകത, OMe ഗ്രൂപ്പ് ഒരു -I ഗ്രൂപ്പാണ്, അതേപോലെ തന്നെ ഒരു +M ഗ്രൂപ്പാണ് OMe ഗ്രൂപ്പ്. ഇവിടെ റിയാക്ഷൻ ഫേവറബിൾ ആകുന്നത്, അതായത് ഈ OMe ഗ്രൂപ്പ് ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ട് OMe ഗ്രൂപ്പിന്റെ -I ഇഫക്റ്റ് ആണ് ഇവിടെ പ്ലേ ചെയ്യുന്നത്. -I ഇഫക്റ്റ്, +M അല്ല. കാരണം സിസ്റ്റത്തിനെ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആക്കാണ് അരോമാറ്റിക് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഫേവറബിൾ ആവാൻ വേണ്ട ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ ആ സിസ്റ്റം അങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നെഗറ്റീവ് ചാർജ് എവിടെ വരണം? നെഗറ്റീവ് ചാർജ് OMe ഗ്രൂപ്പിന്റെ അടുത്ത് വരല്ല നല്ലത് അല്ലേ? നെഗറ്റീവ് ചാർജ് OMe ഗ്രൂപ്പിന്റെ അടുത്ത് വരണം. അതിന് കാരണം OMe ഗ്രൂപ്പ് ഇവിടെ എന്താ ഇലക്ട്രോണെ വലിക്കുക ചെയ്യുന്നത്, ദാറ്റ് ഈസ് ത്രൂ -I അല്ലേ? സോ ദിസ് വിൽ ബി ദ മേജർ പ്രൊഡക്റ്റ്. ഇതായിരിക്കും മേജർ പ്രൊഡക്റ്റ്, അതായത് മെറ്റ വിൽ ബി ദ മേജർ പ്രൊഡക്റ്റ്. Meta will be the major product. So answer will be option A. അല്ലേ മെറ്റ? ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? OMe ഗ്രൂപ്പ് അടുത്ത് നെഗറ്റീവ് ചാർജ് വരുന്നതാണ് ബെറ്റർ. സോ മെറ്റ വിൽ ബി ദ മേജർ പ്രൊഡക്റ്റ്. ബെൻസൈൻ മെക്കാനിസം കേട്ടോ? കേട്ടിട്ടുണ്ടല്ലോ, അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ.
Okay. So next question. So major product formed in the following reaction is. Major product formed in the following reaction is. Major product formed in the following reaction is. ഏതാ സംഭവം? ഒരു ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് അല്ലെ വന്നിരിക്കുകയാണ്, കാർബോണിൽ റിഡക്ഷൻ നടക്കുകയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിമ്പിൾ ആയിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ C6H5, ഇവിടെ ഒരു CS3 ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഒരു OH വരും അല്ല വരാ, ഇവിടെ ഒരു OH വരും. ഡബിൾ ബോണ്ട് ഒന്നും സംഭവിക്കില്ല, ഡബിൾ ബോണ്ട് റെഡ്യൂസ് ചെയ്യാനുള്ള കഴിവൊന്നും ആർക്കില്ല, ഈ ഇതിനില്ല. ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കണേ? ഓപ്ഷൻ സി എന്തോ തെറ്റുപറ്റിയിട്ടുള്ളതാ. എന്തായാലും ഓപ്ഷൻ സി കട്ട് ചെയ്യാം, ഓപ്ഷൻ ഡി കട്ട് ചെയ്യാം. സോ കോമ്പറ്റീഷൻ ഈസ് ബിറ്റ്വീൻ ഓപ്ഷൻ എ ആൻഡ് ഓപ്ഷൻ ബി. അവിടെയാണ് കോമ്പറ്റീഷൻ. എന്ത് ചെയ്യും? എങ്ങനെ കണ്ടുപിടിക്കും? OH ബോട്ടം ഫേസിലാണോ വന്ന് കിടക്കുന്നത്, OH ടോപ്പ് ഫേസിലാണോ വന്ന് കിടക്കുന്നത്? എങ്ങനെ കണ്ടുപിടിക്കും? ആർക്കെങ്കിലും? ക്രാംസ് അല്ലേ? ക്രാംസ് തന്നെ നോക്കണം. ഏത് ഫോമാ നോക്കിയേ, ഏത് ഫോമാണ്? ബൈസെക്റ്റിംഗ് ഫോം ആണോ, എക്ലിപ്സ്ഡ് ഫോം ആണോ? എക്ലിപ്സ്ഡ് ഫോം ആണ്. ഓക്കെ, എക്ലിപ്സ്ഡ് ഫോം ആണ്. യെസ്, എക്ലിപ്സ്. ഇനി അത് എന്താ പറയാ, ലിഥിയം അല്ല, മെറ്റല് Li+ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ന്യൂക്ലിയോഫൈൽ ഏതിൽ അപ്രോച്ച് ചെയ്യും? എക്ലിപ്സ്ഡ് ഫോമിലെ ഏതിൽ അപ്രോച്ച് ചെയ്യും? ന്യൂക്ലിയോഫൈലെ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചോളട്ടെ. എപ്പോഴും മീഡിയം സൈഡ് കൂടെ അപ്രോച്ച് ചെയ്യും, അതായത് ടോപ്പ് ഫേസ് കൂടെ അപ്രോച്ച് ചെയ്യും. H- ടോപ്പ് ഫേസ് കൂടെ വരുമ്പോൾ OH എവിടെയായിരിക്കും? H- ടോപ്പ് ഫേസ് കൂടെ വരുമ്പോ OH ബോട്ടത്തിലായിരിക്കും. ആൻസർ A അല്ലേ? അത്രേ ഉള്ളൂ കേട്ടോ. ഇത് ശരിക്കും ഇതിൽ ചെയ്യാം, വേറെ പ്രശ്നങ്ങളൊന്നും. നമുക്ക് ആ ഫോം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അതിനുശേഷം നമ്മൾ നോക്കേണ്ടത് മീഡിയം സൈസിന്റെയും സ്മോളിന്റെയും പൊസിഷൻ നോക്കണം. അത്രേ ഉള്ളൂ. EM പഠിച്ചു വെച്ചാൽ മതി. ഇംഗ്ലീഷ് മീഡിയം അല്ലെ, എക്ലിപ്സ്ഡ് മീഡിയം. പിന്നെ അത് മറ്റേതാണോ നോക്കണം, കീലേഷൻ മോഡൽ ആണോ നോക്കണം. കീലേഷൻ മോഡൽ എന്ന് പറഞ്ഞാൽ ആന്റി ക്രാംസ് വരുന്നുണ്ടോ നോക്കണം. അത്രേ ഉള്ളൂ. ആന്റി ക്രാംസ് വരണമെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ വരുട്ടാ, അതിന്റെ പ്രോബ്ലം വരും. അപ്പൊ നമുക്ക് ചെയ്യാം കേട്ടോ. ഇന്ന് ഞാൻ നിർത്താണ്. ഇന്ന് കുറച്ച് ഓരോ ക്വസ്റ്റിനും കുറച്ച് സമയം എടുത്തിട്ടാണ് ചെയ്തത്. കാരണം അങ്ങനെ പറഞ്ഞാൽ കാര്യമുള്ളൂ. വെറുതെ എനിക്കൊരു ക്വസ്റ്റിനും അതിന്റെ ആൻസർ പറഞ്ഞു പോണെങ്കില് എനിക്കതൊരു സാറ്റിസ്ഫാക്ഷൻ വരില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു തിയറി കൂടി മനസ്സിലാക്കിയിട്ട് പോകുമ്പോഴാണ് അത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം ഗ്രൂപ്പിൽ കേട്ടോ. ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. ഓക്കെ, താങ്ക് യു.